എന്തായി അപ്പു? ഡോക്ടറെ കണ്ടോ? എന്തെങ്കിലും വിവരം അറിഞ്ഞോ? നീ എന്തെങ്കിലും ഒന്ന് പറ അപ്പു. ഞാനിവിടെ ജീവൻ കൈ പിടിച്ച് നിൽക്കുക. അമ്മ, BP അതേപോലെ തന്നെ തുടരുക. ഇപ്പോഴും ഒരു ബെറ്റർ സ്റ്റേജ് എന്ന് പറയാറായിട്ടില്ല. അമ്മ ഇങ്ങനെ നെർവസ് ആവല്ലേ. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ VPക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തില്ലേ? ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അമ്മ VPക്കൊപ്പം നിന്നു. ഒരുപാട് സഹിച്ചു, അതിലേറെ അനുഭവിച്ചു. എന്നിട്ടും അമ്മ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അച്ഛനെ കൂടെ നിന്ന് നോക്കിയില്ലേ? എന്നിട്ടും VPക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അത് VPയുടെ വിധിയാ അമ്മേ. നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നത്? എല്ലാം വിധിയാണെന്ന് കരുതി നമ്മൾ സമാധാനിക്കണമെന്നോ? എങ്ങനെ കഴിയുന്നു അപ്പോ നിനക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതല്ല, റിയാലിറ്റി അതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാ അമ്മയ്ക്ക് ഇതിനൊക്കെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയേക്കും. അതുകൊണ്ട് അപ്പോ നോ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും വിധിയാണെന്ന് കരുതി VPയെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണം VPയെ, ഇല്ലെങ്കിൽ ഞാനില്ലെന്നാ അതിന്റെ അർത്ഥം. അമ്മയുടെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓവർ സെന്റിമെന്റൽ ആയിട്ടൊന്നും ഒരു കാര്യമില്ല. റിയാലിറ്റി നമ്മുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അപ്പുറമാണ്. കുറച്ചു മുമ്പ് ഡോക്ടർ അതെ എന്നോട് പറഞ്ഞത്. ഞാനത് സാവധാനം അമ്മയോട് പറയാന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയ ഒരു വാർത്തയെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആവണം. എന്താ നീ പറഞ്ഞത്? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്ത് വാർത്തയ്ക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത്? VP ഇനി ഇല്ലെന്നുള്ള വാർത്തയ്ക്ക് വേണ്ടിയോ? പറപ്പോ, അതാണോ നിനക്കും ഡോക്ടറിനും ഒക്കെ എന്നോട് പറയാനുള്ളത്? ആണോന്ന്? അമ്മ, അങ്ങനെയൊന്നും സംഭവിച്ചു എന്നല്ല. ചിലപ്പോ അങ്ങനെ സംഭവിച്ചാലും. മതി, നിർത്ത. ഇനി ഒരു അക്ഷരം നിന്റെ വായിന്ന് വീണു പോകരുത് ഇതേപ്പറ്റി. VPക്ക് ഒന്നും സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടിയല്ല ഇത്രയും നാളും എല്ലാം സഹിച്ചു അനുഭവിച്ചും ഗീതലക്ഷ്മി ആ മനുഷ്യനൊപ്പം നിന്നത്. അമ്മ, ഒന്ന് പതുക്കെ. ഇത് ഹോസ്പിറ്റലാ, ആൾക്കാർ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കട്ടെ, എല്ലാരും ശ്രദ്ധിക്കട്ടെ. ആരും ശ്രദ്ധിച്ചാൽ എനിക്കൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ VPയെ തിരിച്ചു വേണം, ജീവനോടെ. ഞാൻ VPയെ കൊണ്ട് എവിടെ നിന്ന് പോവും? അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട, ഒന്നും ഈ കേൾക്കേ വേണ്ട. അമ്മ, ഒന്ന് പതുക്കെ പ്ലീസ്. എന്ത് പതുക്കെന്ന്? നിന്റെ തോന്നിയാസെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ മറ്റുള്ളവരെ നിശബ്ദരാക്കാൻ നോക്കുകയാണോ? ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു എന്ന് അമ്മ പറയുന്നേ? കാണിച്ചില്ലേ? ഒന്നും കാണിച്ചില്ലേ? എന്നെ അറിയിക്കാതെ ഒരു വാക്കുപോലും പറയാതെ നിന്നോട് അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആരാ പറഞ്ഞത്? അവിടെ പോയി VP ആയിട്ട് മല്ല് പിടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഒടുവിൽ ആ പാവത്തിന് തലതല്ലി പൊളിക്കാൻ ഞാൻ പറഞ്ഞോ നിന്നോട്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന്? VP ഏത് മെന്റൽ കണ്ടീഷനുള്ള വ്യക്തിയാണെന്നെങ്കിലും നിനക്കൊരു നിമിഷവും ചിന്തിച്ചിട്ടായിരുന്നു അപ്പോ. എന്നിട്ട് അതിന്റെ പേരിലെങ്കിലും ഒരു അല്പ ദയ ആ മനുഷ്യനോട് കാണിക്കായിരുന്നില്ലേ? അമ്മ, പ്ലീസ് ബിലീവ് മീ. ഞാൻ ആ രേണുക എന്ന് പറയുന്ന സ്ത്രീയെ കാണാൻ പോയതാ, അല്ലാതെ VPയെ കാണാനല്ല. സത്യം അമ്മ, ആ സ്ത്രീയുമായുള്ള VPയുടെ അതിരുവിട്ട സൗഹൃദം അമ്മ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ സ്ത്രീയെ നേരിട്ട് കണ്ട്. എന്തിനാ? അതിന് നീ എന്തിനാ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കണം? അവർ നിന്റെ ആരാ? VP ആരൊക്കെയായിട്ട് കൂട്ടുകൂടണം, ആരെയൊക്കെ ശത്രുവായിട്ട് കാണണമെന്ന് തീരുമാനിക്കാൻ നീ ആരാ? നിന്നെ അതിന് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? നിന്നെ ബാധിക്കാത്ത പ്രശ്നത്തിന് നീ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടാൻ പോകുന്നത്? VPയുടെ കാര്യത്തില് എനിക്ക് തോന്നാത്ത സങ്കടവും ടെൻഷനും ഒന്നും നിനക്ക് തോന്നേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ നിനക്ക് ആരെയും ചോദ്യം ചെയ്യാനോ താക്കീത് ചെയ്യാനുള്ള അവകാശവും ഇല്ല. നീ മേലാൽ VPയുടെ ഒരു കാര്യത്തിലും ഇടപെട്ട് പോരുത്, കേട്ടല്ലോ? ആദ്യം നീ നിന്റെ കാര്യം നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയാ മതി. സൈലൻസ്. എന്താ ഇവിടെ ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നിങ്ങൾക്ക് വീട്ടുകാര്യം പറയാനും വഴക്കിടാനും ഉള്ള സ്ഥലമല്ലിത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പുറത്തു പോണം പ്ലീസ്.
ഞാനവിടെ നിന്ന് പോരുന്നിടം വരെയും കണ്ടീഷനിൽ മാറ്റമൊന്നുമില്ല. പ്രതീക്ഷയ്ക്കധികം ചാൻസ് ഇല്ലാത്ത പോലെയാ അവളുടെ റെസ്പോൺസ്. സീനിയർ സർജനോട് ഞാൻ ഹിസ്റ്ററി ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ശരി, ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഡോക്ടർ, എന്തായി ഡോക്ടർ പണിക്കർ സാറിന്റെ കാര്യം? രേണുകടയ്ക്ക് വിളിച്ചിരുന്നല്ലേ? സോറി, ആ തിരക്കിനിടയിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വിളിക്കാനും വിട്ടുപോയി. സാരല്ല, സാറിനിപ്പോ എങ്ങനെയുണ്ട് അത് പറയൂ. അത്രയ്ക്ക് ഓക്കെയാണെന്ന് പറയാറായിട്ടില്ല രേണുക. പണിക്കർ സാറിന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. അത് സ്ഥിതി അല്പം ഗുരുതരമാക്കിയിട്ടുണ്ട്. ആളിപ്പോൾ ഐസിയില്ല. ദൈവമേ. ഡോക്ടേഴ്സ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കൺസൾട്ടിംഗ് ഡോക്ടറോട് ഞാൻ നടന്നതെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അവരും എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുന്ന പ്രതീക്ഷയില്ല. ഇനിയൊരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാവുമെന്ന സാധ്യതയാണ് അവർ ഭയക്കുന്നത്. ഡോണ്ട് ഗെറ്റ് പാനിക് രേണുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെയും പേഴ്സണലായിട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സോ ആസ് യൂഷ്വൽ, വിധി, കഷ്ടകാലം എന്നൊക്കെ കരുതി സമാധാനിക്കുക. നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തിടത്തോളം അതേ വഴിയുള്ളൂ. പണിക്കർ സാറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കുന്നതും അതിന് പ്രേരിപ്പിക്കുന്നതും അല്പം ക്രൂരമാണ്. പക്ഷേ റിയാലിറ്റിയെ നമ്മൾ ധൈര്യപൂർവ്വം നേരിട്ടല്ലേ പറ്റൂ. എനിക്കറിയാം ഡോക്ടർ, വാക്കുകൾക്ക് ഒരു പ്രസക്തി ഇല്ലാതാകുന്ന ആ സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ആ മനുഷ്യന് ഇങ്ങനൊരവസ്ഥ നേരിടേണ്ടി വന്നതിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഞാനും ഒരു കാരണക്കാരിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. എന്തിന്? അത്ര ഒരു ബാഡ് ഫീലിന്റെ ആവശ്യമില്ല രേണുക. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ അളവിനെ പണിക്കർ സാറിന്റെ മിസ്സിസോ മകനോ ഒരു രീതിയിലും മോശമായി എടുത്തിട്ടില്ല. അതിന്റെ പേരിലല്ല അപ്പവും സാറുമായി സ്ട്രഗിൾ നടന്നതും. ഇവിടെ വെച്ച് അങ്ങനെ ഒരു സ്ട്രഗിൾ നടന്നതിലും അതിന്റെ കോൺസിക്വൻസിലും അതോറിറ്റിയോട് ആൻസറബിൾ ആവേണ്ട വ്യക്തി ഞാനാണ്. വ്യക്തിപരമായോ അല്ലാതെയോ രേണുകയ്ക്ക് അതിലൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഞാനിത് രേണുകയെ വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതാണ് സത്യം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, രേണുകയുടെ ഭാഗത്ത് നിന്ന് ഈ ഇൻസിഡന്റുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഡോക്ടർ, എനിക്ക് പണിക്കർ സാറിനെ ഹോസ്പിറ്റലിൽ പോയെന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. സോറി, അത് പറ്റില്ല. ഈ സാഹചര്യത്തിൽ അത് പറ്റില്ല. രേണുക പോയാലും സാറിനെ കാണാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ. പറഞ്ഞല്ലോ, പണിക്കർ സാർ ഇപ്പോൾ ഐസിയുല. കണ്ടീഷൻ ഇനിയും വേഴ്സായാൽ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ രേണുക അവിടം വരെ പോയാലും കാണാൻ സാധിക്കില്ല. ശരി, ഞാൻ പോകുന്നില്ല. അത് തന്നെയാ നല്ലത്, അല്ലേ ഡോക്ടർ? കണ്ടീഷൻ ബെറ്റർ ആവുമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പണിക്കർ സാറിനെ കാണാമല്ലോ. വേണ്ട ഡോക്ടർ, ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തന്നെയല്ല, ഞാൻ നാളെ രാവിലെ തന്നെ നാട്ടിലേക്ക് പോവുക. ഇനി ഇവിടെ തുടരാൻ അത് വേണ്ട ഡോക്ടർ. ഓക്കെ, എനിക്ക് രേണുക മനസ്സിലാവും. രേണുകയുടെ ഇഷ്ടം പോലെ. ദാമ്മ, ഈ കോഫി കുടിക്ക. എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ഇന്നലെ മുതൽ ഒരു വക കഴിച്ചില്ലല്ലോ. ദാ, ഇതെങ്കിലും കഴിക്ക്. പിടിച്ചേ. രാവിലെ ഡോക്ടർ വന്നിട്ട് പോയി. ബിപിയുടെ കാര്യം ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. പക്ഷെ വേറൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ടെൻഷനാവുന്നു? ആ, ഡോക്ടറോ? ജോബിൻ, ബിപിയുടെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറോട് ചോദിക്കണം. ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും വ്യക്തമായിട്ട് പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഡോക്ടർ. മോനോടാവുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമല്ലോ. ആൻറ്റി പേടിക്കണ്ട, ഞാൻ ഡോക്ടറെ കണ്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. ബി പി അങ്കിളിന് ഇന്ന് രാവിലെ മുതൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്.
നേരാണ് ജോബിൻ. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നല്ലോ. ഞാൻ പറഞ്ഞ സത്യം ആൻറ്റി. ഇന്നലെ ഇവിടെ കൊണ്ടുവരുമ്പോൾ വിജയങ്ങളുടെ അവസ്ഥ വളരെ വളരെ ക്രിട്ടിക്കലായിരുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ആളുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർക്ക് പോലും അതൊരു സർപ്രൈസ് ആയെന്നാ പറഞ്ഞത്. ഇപ്പൊ വിജയങ്ങളും മെഡിസിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ഥിതിയിൽ ഒരു 8 to 10 അവർ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈസി റിക്കവറി ആയിരിക്കും ഉണ്ടാവുക. ഡോക്ടർ പറഞ്ഞപ്പോഴെങ്കിലും അമ്മയ്ക്ക് വിശ്വാസമായല്ലോ. പക്ഷേ ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ നിർണായകമാണ്. അതിനുള്ളിൽ കാർഡിയാക് അറസ്റ്റ് ഒന്നും സംഭവിക്കരുത്. അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്കിലും ഹൈ റിസ്ക് ഇല്ല എന്ന് പറയാവുന്നതേ ഉള്ളൂ. ഉണ്ടാകാതിരുന്നാൽ അത്രയും നല്ലത്. പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാം. ജോബിൻ മോനെ, എനിക്കും BP ഒന്ന് കാണണം പ്ലീസ്. ജോബിൻ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി, ഉപേക്ഷ വിചാരിക്കരുത്. ഈ സിറ്റുവേഷനിൽ ജോബിൻ വിചാരിച്ച നടക്കും. ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം പ്ലീസ് ജോബിൻ, എങ്ങനെയെങ്കിലും. ആൻറ്റി വെയിറ്റ് ചെയ്യുക. ഞാനൊന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇപ്പോൾ വരാം. വരൂ മാഡം. മാഡം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. വിപി 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 ഒന്ന് കണ്ണു തുറക്ക് വിപി. എന്നെ ഒന്ന് നോക്ക് വിപി. വിപി ഒന്ന് നോക്ക് വിപി. വിപി 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 വിപി. എന്താ മാഡം ഇത്? പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ? മതി കണ്ടത്. മാഡം പുറത്തേക്ക് പോയിക്കോളൂ. സിസ്റ്റർ കുറച്ചു നേരവും കൂടി. നോനോ, ഡോക്ടർ വന്ന് കണ്ട എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത്. മാഡം പ്ലീസ് ഒന്ന് പുറത്തു പോകണം. വരൂ വരൂ മാഡം. ഹലോ മമ്മി. ആ ജോബിൻ, വിജയ്ക്ക് എങ്ങനെയുണ്ട് മോനെ? നീ കയറി കണ്ടോ? അങ്കിൾ ICUല. ഹെഡ് ഇഞ്ചുറിക്ക് പുറമെ ഒരു മാസീവ് അറ്റാക്കും ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലേ ജോബിൻ? ഒന്നും പറയാറായിട്ടില്ല. ഒരല്പം ക്രിട്ടിക്കൽ സ്റ്റേജില്. ആളിതുവരെ കോൺഷ്യസ് ആയിട്ടില്ല. ജീസസ്, എന്തൊരു കഷ്ടകാലം ആ കുടുംബത്തിന്. ഗീത എന്തു പറയുന്നു മോനെ? ആൻറ്റി അപ്പു ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആൻറ്റി കയറി വിജയങ്ങളിനെ കണ്ടിരുന്നു. ജോബിൻ, ഞാൻ മാളൂനെയും കൂട്ടി അങ്ങോട്ട് വരട്ടെ? അവിടെ ഗീതയും അപ്പും തനിച്ചല്ലേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല മമ്മി. വന്നാലും നിങ്ങൾക്ക് അങ്കിളിനെ ഇപ്പം കാണാൻ സാധിക്കില്ല. തന്നെയല്ല, ഹോസ്പിറ്റലിൽ ഒരുപാട് വിസിറ്റേഴ്സും അലൗഡല്ല. തൽക്കാലം വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മമ്മി. ഇവിടെ വന്നിട്ട് മറ്റൊന്നും ചെയ്യാനില്ല. ഗീതാൻറ്റിക്കും അപ്പൂനും വേണ്ട ഹെൽപ്പൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജോബിൻ,
നീ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചറിയിക്കുകയും വേണം കേട്ടോ മോനെ. ശരി മമ്മി. മമ്മി വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ട്, ഞാനും മാളും ഇവിടെ തന്നെ ഉണ്ട്. എന്താ ജോബിൻ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മാള് എവിടെ? അവള് റൂമിലുണ്ടാവും. കൊടുക്കണോ? ഏയ് വേണ്ട, ഞാൻ പിന്നീട് വിളിച്ചോളാം. ശരി മമ്മി, ഞാൻ കുറച്ച് തിരക്കില്ല. ശരി. ഇതെന്താ മാളു, നീ ഇതെവിടെ പോകുന്നു? ഞാൻ വീട്ടിലേക്ക് പോവാം ആൻറ്റി. വീട്ടിലേക്കോ? ഇതെന്താ പെട്ടെന്ന്? എന്നോട് വേണമെങ്കിൽ 2-3 ദിവസത്തേക്ക് വീട്ടിൽ ചെന്നെന്നുള്ള ഡോക്ടർ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് അവൻ ഇപ്പൊ കൂടി വിളിച്ചപ്പോ എന്നോട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ മറന്നതാവും. അല്ല, നീ ഇപ്പൊ തന്നെ പുറപ്പെടുകയാണോ? അതെ, ഞാൻ റെഡിയായി കഴിഞ്ഞു. എങ്കിൽ വെയിറ്റ് ചെയ്യേ, ഞാനും കൂടി വരാം. നീ തനിച്ചു പോണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട ആൻറ്റി, ഇനി അതിനു വേണ്ടി ആൻറ്റി മെനക്കിടണമെന്നില്ല. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് എനിക്ക് പോകുന്നതേ ഉള്ളൂ. ഞാൻ തനിച്ചു പൊക്കോളാം. എന്നാലും അത് ശരിയല്ലല്ലോ മോളെ. ഞാനും വരാം. അശ്വതിയെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. പറ്റിയ നിന്റെ മുത്തശ്ശിയായുള്ള പിണക്കവും തീർക്കണം. അയ്യോ, വേറൊരു പ്രശ്നമുണ്ടല്ലോ മോളെ. ജോബിനിപ്പോ വിളിച്ച് വിജയുടെ കാര്യം പറഞ്ഞു. ആളല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്നെ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഞാൻ നിന്റെ കൂടെ വന്നാലും ശരിയാവില്ലല്ലോ. എന്തെങ്കിലും കാര്യത്തിന് ജോബിൻ വിളിച്ചാ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നാലോ? ആൻറ്റി വിഷമിക്കണ്ട, ഞാൻ തനിച്ചു പൊക്കോളാന്നേ. ഡോക്ടർ പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആൻറ്റിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. എങ്കിലൊരു കാര്യം ചെയ്, നമുക്ക് 2 പേർക്കും ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നിട്ട് നിന്നെ ജോബിനെ കൊണ്ട് വീട്ടിലാക്കിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി. ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ VP അങ്കിളിൻ്റെ അടുത്ത് വേണ്ട സിറ്റുവേഷൻ അല്ലേ. എൻ്റെ കാര്യം ഓർത്ത് ആൻറ്റി ടെൻഷൻ അടിക്കണ്ട, ഞാൻ തനിച്ചു പൊക്കോളാം. അപ്പോഴേ നിന്റെ പല ഐഡിയാസിനെയും കണ്ണും പൂട്ടി ഈ സാംകുട്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ നിന്നെ ബിയർ അടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ സ്പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാലോ, നിന്റെ പ്ലാൻ ഉണ്ടല്ലോ, ഒരു മെനക്കെട്ട ഐഡിയ ആണെന്ന് പറയേണ്ടി വരും. അത് സാരമില്ല. നേരം കുറേയായി ചൂണ്ടയിൽ കാര്യമായിട്ട് കൊത്തൊന്നും കിട്ടാതെ ഇവിടെ ഇങ്ങനെ കുറ്റി നാട്ടിയതുപോലെ നിൽക്കേണ്ടി വരുമ്പോൾ നിനക്കിതൊരു മെനക്കെട്ട ഏർപ്പാടായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ വെയിറ്റിങ്ങിനൊരു ഫലം ഉണ്ടാവുമ്പോൾ നിന്റെ ഈ അഭിപ്രായം അങ്ങ് മാറിക്കോളും. അപ്പൊ പതിവ് പോലെ എന്റെ തോളി തട്ടി സൂപ്പർ എന്ന് പറഞ്ഞ് നീ എന്നെ അഭിനന്ദിക്കും. എടാ മോനെ, ഇത്തവണ നിന്നെ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കില്ലാന്ന് തോന്നുന്നു. എടാ, നേരെ എത്രയും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ അവളുടെ വീട്ടിലോട്ടൊരു പൂച്ചക്കുഞ്ഞു പോലും കയറി പോകുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരാളെ പോലും കണ്ടില്ല. നമ്മൾ 2 മണ്ടന്മാര് ഇവിടെ പോസ്റ്റായി നിൽക്കുന്നത് മാത്രം മിച്ചം.